അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഐലൈനർ എഴുതാം എന്നുള്ളതാണ്. പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, ഒരുപാട് പേര് ചോദിച്ചിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് എൻ്റെ ഫേസിൽ ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് കണ്ണൊക്കെ എഴുതി ഒന്ന് പുറത്ത് പോകാമെന്ന് ഓർത്താണ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഐലൈനർ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നുള്ളത് കളർ ബാറിൻ്റെ ഐലൈനർ ആട്ടോ. കളർ ബാറിൻ്റെ ഓൾ മാറ്റ് ഐലൈനറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് ഐലൈനർ എഴുതാം. ഞാൻ നോർമലി കണ്ണെഴുതുമ്പോൾ ഈ കണ്ണിൻ്റെ ഈ കോർണർ ടു ഈ ഡയറക്ഷൻ, ഈ ഐബ്രോസ് അവസാനിക്കുന്ന ഡയറക്ഷനിലേക്ക് ഒരു ചെറിയ ടൈൽ ഇടുക. പിന്നെ ഈ കണ്ണിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ആ ടൈലിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഇനി ഇതിന് വേണമെങ്കിൽ കുറച്ചുകൂടി വീതി കൂട്ടി വരയ്ക്കാം ഇതിന് മുകളിൽ കൂടെ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കുറച്ചുകൂടെ ടെയിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, നമ്മുടെ ഒരൈയുടെ മുകൾ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഐസും നമ്മൾ അങ്ങനെ ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഐബ്രോ അവസാനിക്കുന്ന സ്ഥലം, ഈ കണ്ണിൻ്റെ ഈ കോർണറിൽ നിന്ന് ഈ ഐബ്രോ അവസാനിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ അസ്യൂം ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ടൈലിട്ട് കൊടുക്കുക. ഉണ്ടോ? എന്നിട്ട് ഈ കണ്ണിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈ ടൈലിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന് ഉൾഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. സോ സിമ്പിൾ. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഐലൈനർ ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ എന്തൊരു ടൈല് വേണം, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇപ്പം രണ്ടും ഒരുപോലെ ആക്കുക. അതൊക്കെ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് കണ്ണാടിയിൽ നോക്കുക രണ്ടും ഒരുപോലെ ആണോ എന്നൊക്കെ. എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ രണ്ട് രീതിയിലൊക്കെ ആയി പോകാം. അത് ഒരുപോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാലൻറ്റ്. അപ്പം നമ്മുടെ ഐസ് രണ്ടെണ്ണം മുകൾ ഭാഗം ഡ്രോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ താഴ്ഭാഗം എങ്ങനെയാണ് എൻ്റെ കണ്ണെഴുതുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് പ്ലമ്മിൻ്റെ ഐ പെൻസിലാണ്. ഇത് വെച്ചാണ് ഞാൻ താഴ്ഭാഗം എഴുതാറ്.
വാട്ടർ ലൈനിൽ മാത്രം വേണേൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു കോർണറിലായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം പുറത്തേക്ക്. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട് പുറത്തേക്ക്. ഇനി അതിൻ്റെ പുറത്തോടെ നമ്മൾ കളർ ബാറിൻ്റെ ഐലൈനർ വെച്ചൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. പ്ലം എന്ന് എല്ലാവരും പറഞ്ഞു കേട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഐ പെൻസിൽ വാങ്ങിയതാട്ടോ. എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വേണമെങ്കിൽ ഇങ്ങോട്ടൊരു വാലിട്ട് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ നോർമലി കണ്ണെഴുതാറ്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും എഴുതാൻ സമയം കിട്ടാറില്ല കേട്ടോ. സമയം ഉള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കണ്ണെഴുതാറുണ്ട്. എനിക്ക് കണ്ണെഴുതാൻ കുറേ സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് ഐലൈനർ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതാറുള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയി, കളർ ബാറിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നാൽ അധികം എക്സ്പെൻസീവ് അല്ല, എന്നാൽ നല്ല പ്രോഡക്റ്റ്സ് കിട്ടും. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പ്രോഡക്റ്റ്സ് കിട്ടും. ഞാൻ ഇതിനോട് കളർ ബാറിൻ്റെ ഐ പെൻസിൽ, ലിപ് പെൻസിൽ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഐ ലൈനർ വാങ്ങി, എല്ലാം നല്ല അമേസിങ് പ്രോഡക്റ്റ്സ് ആട്ടോ കളർ ബാറിൻ്റെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്ലമ്മുമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയുടേതായൊരു ക്വാളിറ്റി ഒന്നും എനിക്ക് പ്ലമ്മിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്ക് പ്ലമ്മിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇങ്ങനെയല്ല. പ്ലമ്മിൻ്റെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്, നല്ല പ്രോഡക്ട്സ് ഒക്കെ. ഇതിപ്പോൾ കണ്ട ഈ അടിഭാഗം ഞാൻ എഴുതുമ്പോൾ ഒന്നേ പ്ലമ്മോ അല്ലെങ്കിൽ ലാക്മേ ഐക്കോണിക് കാജലോ അങ്ങനെ എന്തെങ്കിലും കാജലോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതാറുണ്ട്. അതിനുശേഷം ഐലൈനർ വെച്ചിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഐ പെൻസിലിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇതിങ്ങനെ തീർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് തീരുമ്പോഴത്തേക്കും കണ്ണിൽ എഴുതുമ്പോൾ ഇത് ഈ കുത്തിക്കൊള്ളുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഷാർപ്പൻ ചെയ്ത് കൊടുക്കണം. ചെയ്യുമ്പോൾ കുറേ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ പോവും. അപ്പോൾ എനിക്ക് ഏറ്റവും പിന്നെ ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഐക്കോണിക് കാജൽ പോലെയുള്ള സംഭവങ്ങളാണ്. ഇതുപോലെയുള്ള കാജൽ ഐറ്റംസ് ആണെങ്കിൽ ഇതിലൊന്നും വേസ്റ്റ് ആവാനില്ല. ഇത്രയുണ്ട്, നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ തിരിച്ച് അത് യൂസ് ചെയ്യാൻ തീരുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റുമായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ലി. എനിക്ക് ഈ പെൻസിൽ ടൈപ്പ് കാജലിനോട് വലിയ താല്പര്യമില്ല. പിന്നെ എല്ലാവരും പ്ലം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എന്താണ് ഇത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കാജൽ വെച്ചിട്ട് കണ്ണ് എഴുതിയിട്ട് ഫിനിഷിങ് ആവാത്ത സ്ഥലത്തോടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഐസിൻ്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ ഐലൈനർ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻഡ് ഐസ് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മസ്കാര. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത്രയും ഡിഫൈൻഡ് ആയിട്ട് ഐസ് നമ്മൾ വരച്ച് വയ്ക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ചിലപ്പം തോന്നാം അല്ലേ. പീലി നമുക്കൊന്നും കാണത്തില്ല, കൺപീലി ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺപീലിയും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം മസ്കാര യൂസ് ചെയ്ത്. ഇത് മാക്കിൻ്റെ മസ്കാര കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇത് മാക്കിൻ്റെ മസ്കാരയാണ്. എല്ലാ പ്രോഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. മസ്കാര മാക്കിൻ്റെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ആണ്, എനിക്കിഷ്ടപ്പെട്ടു. ഒരു കോണ്ടാക്ട് ലെൻസ് കൂടെ വെച്ചാൽ അടിപൊളിയായല്ലേ. ഓൾറെഡി എൻ്റെ കണ്ണ് ചെറുതായിട്ടൊരു പൂച്ചക്കണ്ണാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കൂടുതൽ പല കളർ കോണ്ടാക്ട് ലെൻസൊക്കെ വെച്ച് ഇങ്ങനെ. നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. നമ്മളിങ്ങനെ നോക്കുക കണ്ണാടിയിൽ നമ്മുടെ രണ്ട് കണ്ണും ഒരുപോലെയാണോ ഇരിക്കുന്നതെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കണ്ണൊക്കെ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ